ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ചെറിയൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ SSC മലയാളിൻ്റെ പുതിയ ഓൺലൈൻ ബാച്ച് ആയിട്ടുള്ള ഫീനിക്സ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ഈ വരുന്ന ജൂൺ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ അതിൻ്റെ ഏർലി ബേർഡ് ഓഫറൊക്കെ കഴിഞ്ഞു. കാരണം നമ്മൾ ആദ്യത്തെ ഒരു 100 ആൾക്കാർക്കായിരുന്നു ഏർലി ബേർഡ് ഓഫർ കൊടുത്തത്. അതൊക്കെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ നമ്മുടെ കോഴ്സ് വളരെ കുട്ടികൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സന്തോഷം മാത്രമല്ല, ഒരുപാടധികം റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് നമ്മുടെ ഷോൾഡേഴ്സിലോട്ട് വരുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ആയിട്ട് കൊടുക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി എന്തായാലും നമ്മൾ ചെയ്തിരിക്കുക, അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഈ ഫീനിക്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ക്രാഷ് കോഴ്സാണോ? കാരണം നമ്മൾ 100 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യല്ലേ. ക്രാഷ് കോഴ്സുകളല്ലേ സാധാരണ അങ്ങനെ ഉണ്ടാവുക. കാരണം പെട്ടെന്ന് ഒരു എക്സാം എടുക്കുന്നവർ പെട്ടെന്ന് സിലബസ് കവർ ചെയ്യുന്ന വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറേ അധികം പഠിപ്പിക്കാതെ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തീർക്കുന്ന ഒരു സംഭവമല്ലേ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡൗട്ട് ഒരുപാട് പേര് നമ്മുടെ ടെലികോളിംഗ് സ്റ്റാഫിനോടൊക്കെ ചോദിച്ചു എന്ന് അറിഞ്ഞു. അതിൻ്റെ ബേസിലാണ് ഞാൻ ഓരോരുത്തരുടെ സെപ്പറേറ്റ് പറയേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മളൊരു വീഡിയോ നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ കോഴ്സിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം നിങ്ങൾ ഈ SSC മലയാളിൻ്റെ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ CGL കോഴ്സ് പർച്ചേസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലാസ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത്രയും കാലം നമ്മൾ 2-2.5 വർഷമായിട്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ ചെയ്യുന്നതിന് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ വേണം, ചില കാര്യങ്ങൾ വേണ്ട എന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് SSC മലയാളി ഇത്രയും കാലം ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഫീനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു 100 ഡേയ്സ്. പല കുട്ടികളുടെ ഡൗട്ട് 100 ഡേയ്സ് കൊണ്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നാണ് പല കുട്ടികളും പറയുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളടക്കം ഇവിടെ നമ്മൾ ചുറ്റുമുള്ള ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ റെഗുലർ ബാച്ച് കൊടുക്കാറുണ്ട്. ഒരു 6 to 7 months ആണ് അധികം പേരും ഉണ്ടാവുക. ഈ 6 to 7 months എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വളരെ വലിയൊരു സമയമാണ്. ഒരു സിലബസ് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ വലിയൊരു സമയമാണ് 6 to 7 months. നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. നമ്മുടെ SSC മലയാളി നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഫുൾ ഡേ ക്ലാസ്സുകളാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ക്ലാസ് നടത്തുന്ന നമ്മൾ ഡെയിലി ക്ലാസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തിൻ്റെ കോഴ്സ് എന്ത് ചെയ്യാം? 3 മാസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാവുന്നുള്ളൂ. ഒരിക്കലും സിലബസ് കവർ ചെയ്യുന്നത് കൊണ്ട് SSC പ്രിപ്പറേഷൻ എല്ലാം ആയി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ഒരു പ്രിപ്പറേഷന് 2 സ്റ്റേജാണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക, ക്ലാസ്സുകൾ കാണാമെന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റേജ് ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് 2 സ്റ്റേജ്. ഈ രണ്ടും നമ്മൾ ഈ കോഴ്സിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അതായത് സിലബസ് നിങ്ങളൊരു സംശയം വേണ്ട, 100 ഡേയ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ 6 months എടുക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ക്ലാസ്സുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 months ധാരാളമാണ് കേട്ടോ. ക്ലാസ്സുകൾ വരിക മാത്രമല്ല, അതിന് ക്ലാസ്സുകൾ, വർക്കൗട്ട് സെഷൻ, ക്വിസ് കാര്യങ്ങൾ, അതിൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. 100 ഡേയ്സ് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ്, അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്യും, വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമേ പറയുന്നു. 100 ഡേയ്സ് കൊണ്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നുണ്ട് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അല്ല 100 ഡേയ്സ് കൊണ്ട് സിലബസ് കോഴ്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളൊറ്റ കാര്യം പറയുന്നുള്ളൂ, സിലബസ് നിങ്ങൾക്ക് 100% കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കും. അപ്പോൾ ആ ഡൗട്ടുള്ള ആളുകളോട് ചെറിയൊരു കാര്യം, അതായത് ക്രാഷ് കോഴ്സ് ആണെന്ന് ഡൗട്ടുള്ള ആൾക്ക് വേണ്ടി ചെറിയൊരു കാര്യം ഞാൻ കാണിച്ചത്. നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ റഫ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇതാണ് ഷെഡ്യൂൾ കേട്ടോ. ഫീനിക്സ് ബാച്ചിൻ്റെ ഷെഡ്യൂളാണ്. ഫസ്റ്റ് ഡേ 0 എന്ന് നമ്മളതിന് പറയുന്നത് കേട്ടോ. ഡേ 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജനറൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് SSC കാര്യങ്ങൾ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു വീഡിയോ ഉണ്ടാവും. പിന്നെ മാത്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ബാസാറ്, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, ഇതിൻ്റെയൊക്കെ ഒരു ജനറൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ. അതാണ് ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മളത് ഇഷ്ടാക്കുന്നില്ല. ഡേ 0 നമ്മളതിൽ കൊടുക്കുന്നത്. ഈ ഡേ 0 കൂടെ കൂട്ടുകയാണെങ്കിൽ 101 ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ 101 ദിവസത്തെ ക്ലാസ്. പിന്നെ ഡേ 1 മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട്. നോക്കട്ടാ, ഡേ 1 ബേസിക് കാൽക്കുലേഷൻ പാർട്ട് 1 ക്ലാസ്. അതുപോലെ തന്നെ അന്ന് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടാവും, പ്രസൻറ്റ് ടെൻസിൻ്റെ ക്ലാസ്, അന്ന് ഹിസ്റ്ററിൻ്റെ ക്ലാസ് ഉണ്ടാവും, ആൻഷ്യൻ്റ് ഹിസ്റ്ററിയിലെ സ്റ്റോൺ ഏജ്. പിന്നെ റീസണിൻ്റെ ക്ലാസ് ഉണ്ടാവും, ഡയറക്ഷൻ പാർട്ട് 1. പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഒരു PDF അന്ന് ബേസിക് കാൽക്കുലേഷൻ തരുന്നതായിരിക്കും. അങ്ങനെ ഡേ 2 പോകുമ്പോൾ നമുക്ക് ഡെയിലി ഒരു 4-5 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെയിലി സ്ഥിരമായി. അതായത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു 4 to 6 hours നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ 100 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ SSCയിൽ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റും. പിന്നെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, പഴയ നമുക്കറിയാലോ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതുകൊണ്ട് പറയുന്ന കാര്യം അത് ഭയങ്കര ബോറിംഗ് ആണ് മക്കളെ. ലൈവ് ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഇങ്ങനെ എന്നും ഒരു ഷെഡ്യൂൾ വെച്ച് കാണുമെന്ന് പറഞ്ഞാൽ കാണുന്നവരൊക്കെ ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പ്രശ്നം എവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും പ്രശ്നം എവിടെ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാൾക്ക് ഒരു ബ്രേക്ക് സംഭവിച്ചു. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ആരോഗ്യ പ്രശ്നം വന്നു, ഒരു പനി പിടിച്ച് 2 ദിവസം കിടപ്പിലായി, അയാളുടെ കണ്ടിന്യൂഷൻ അവിടെ പോകും അല്ലേ. അപ്പോൾ നമുക്ക് 2 ദിവസം എന്ത് ചെയ്യാം, ക്ലാസ്സിൻ്റെ ബ്രേക്ക് വരും. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓൺലൈൻ ക്ലാസ് 2 ദിവസം മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളെ കണ്ടു വരുമ്പോഴേക്കും സമയം ഒരുപാട് എടുക്കും. അങ്ങനെ ഒരുപാട് പേര് നമ്മോട് പരാതി പറയാറുണ്ട്. അപ്പോൾ അതിനും കൂടിയുള്ളൊരു സൊല്യൂഷനാണ് ഈ ഫീനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ക്ലാസ് കണ്ടു തുടങ്ങി, ഒരു 10ാമത്തെ ഡേ എത്തിയപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം പനി പിടിച്ചു എന്ന് വിചാരിക്കുക. മനുഷ്യന്മാരാണ്, എന്ത് സംഭവിക്കുക അല്ലേ, പനി പിടിച്ചു. നിങ്ങളൊരു പേടിയും എടുക്കണം, 2 ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കണം. 2 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് നിങ്ങൾ 3ാമത്തെ ദിവസം തിരിച്ചു പോവാം. 3ാമത്തെ ദിവസം നിങ്ങൾക്ക് ഡേ 1 മുതൽ ക്ലാസ്സുകൾ കണ്ടാൽ മതി കേട്ടോ.
അത് കഴിഞ്ഞാൽ ഡേ 12 ഒരു പ്രശ്നമില്ല, ഡേ 11, ഡേ 12, ഡേ 30 പോവാം. ഇനിയിപ്പോൾ പോയി ഒരു 40ാമത്തെ ദിവസത്തെപ്പോൾ നിങ്ങളുടെ ഒഴിവാക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഒരു കസിൻ്റെ ഒരു കല്യാണം വന്നു വിചാരിക്കുക. എന്തായാലും കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ ഒരു ദിവസം എന്തായാലും അതിന് പോകും. അന്നിപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാലും ശരി, ഒരു നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പോകും. അപ്പോൾ ആ ദിവസം നമ്മൾ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണെങ്കിൽ എന്താ നമുക്കത് നമ്മുടെ ടച്ച് പോയി, അത് കണ്ടിന്യൂഷൻ പിന്നെയും പോയി. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, 40ാമത്തെ ദിവസം എത്തിയപ്പോഴാണ് കല്യാണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം വാ, അടുത്ത ദിവസം നിങ്ങൾ 41ാമത്തെ ദിവസം മുതൽ കണ്ടുപോകുന്ന നിങ്ങൾ എഫക്റ്റീവായിട്ട് എടുക്കുന്ന ഒരു 100 ഡേയ്സ്, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല 100 ദിവസം എന്നല്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചിലപ്പോൾ ചില ആളുകൾ 100 ഡേയ്സ് തീർക്കുന്നത് ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, അത്രയും ഡിലേ ആകുന്നതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ 100 ഡേയ്സ് കൃത്യമായിട്ട് ഒരു 4 to 6 hours നിങ്ങൾ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ 100 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത്. പിന്നെ പല ആൾക്കാരുടെ ഡൗട്ട് എന്താ, ഇത് കംപ്ലീറ്റ് റെക്കോർഡർ ക്ലാസ്സുകൾ മാത്രമാണോ കൊടുക്കുന്നത്? എടാ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സിൽ കൊടുക്കുന്ന ഒരു പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. അത് വെറുതെ പറയുന്നത്, വെറുതെ തോന്നുക. ഒരു 3 നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്തതിൻ്റെ വെറും 5% ആളുകളെ സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകൾ കണ്ട് ആ കോഴ്സുകൾ അവസാനം വരെ ഇരിക്കാറുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇതിൻ്റെ പല കാരണങ്ങളായിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജെന്യൂനായിട്ട്, പലപ്പോഴും പല ആളുകൾ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്. പക്ഷേ പല ആളുകൾ കണ്ടിന്യൂഷൻ കിട്ടാത്തത് കൊണ്ട് നിർത്തിപ്പോകുന്ന. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് ഇത് കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എല്ലാ വീക്കെൻഡിലും അതിൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ വീക്കെൻഡിൽ ഓരോ ടോപ്പിക്കിൻ്റെയും ഫാക്കൽറ്റി നിങ്ങൾക്ക് ഒരു കൃത്യസമയത്ത് വരും. ആ സമയത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് പങ്കെടുത്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് നേരിട്ട് അവരോട് ഡൗട്ട് ചോദിക്കാം. ഇപ്പോൾ നേരത്തെ അവർക്ക് ഡൗട്ട് കണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് പ്രിപ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ വീക്കെൻഡിൽ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ സെലവ് കേട്ടോ. പിന്നെ ജോയിൻ ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ട് വേണമെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനൊക്കെ അവസരം. അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ SSC മലയാളിൻ്റെ 22,000 അടുത്ത് മെമ്പേഴ്സുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് പറയുന്നത് പല ആൾക്കാരും ലൈവ് ക്ലാസ് അല്ലേ എന്ന് വെച്ചാൽ മക്കളെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രശ്നമാണ്, പിന്നെ മനസ്സിലായത് എല്ലാ ഓൺലൈൻ ലൈവ് ക്ലാസ്സിൻ്റെയും പ്രശ്നം തന്നെയാണ്. തുടക്കത്തിലുള്ള ആ ആവേശം കുട്ടികൾക്ക് കുറച്ചെത്തുമ്പോൾ കിട്ടുക. അതെന്തുകൊണ്ട് വെച്ചാൽ കണ്ടിന്യൂഷൻ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ 2 ദിവസം ബ്രേക്ക്, പനിയാണെങ്കിൽ റെസ്റ്റ് എടുക്കുക. പനിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പനി പിടിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പനി പിടിക്കുന്ന ഒരാൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ 2 ദിവസം റെസ്റ്റ് എടുക്കുക. പനി കംപ്ലീറ്റ് മാറിയതിനു ശേഷം നിങ്ങൾ വാ, എവിടെയാണോ നിങ്ങൾ കോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് തൊട്ടടുത്ത ദിവസം മുതൽ കണ്ടു തുടങ്ങും. മനസ്സിലായ? ഒരു ബുദ്ധിമുട്ടില്ല. 100 ദിവസം നിങ്ങൾ തീർത്താൽ മതി. അത് എന്ന് തീർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ 100 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ 100 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു സംശയം അതിൽ വേണ്ട കേട്ടോ. ഇത് നമ്മളൊരു ഷെഡ്യൂൾ പറഞ്ഞു നോക്കിയേ, ഡേ 3, ഡേ 4 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. അങ്ങനെ നമ്മളൊരു ഡേ 10, ഡേ 50 ആകുമ്പോഴേക്കും നമ്മുടെ മാത്സിൻ്റെ ഒക്കെ നോക്കി, മാത്സിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഒരു ഒറ്റ ടോപ്പിക് പോലും മിസ്സാക്കാം. നോക്കി ഇപ്പോൾ ഡേ 18 എത്തുമ്പോൾ റിക്കറിംഗ് നമ്പേഴ്സ്, നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ്സാണ്. പിന്നെ സൈക്ലിസിറ്റി, ഡിജിറ്റലിസം, നമ്പർ സിസ്റ്റത്തിൻ്റെ, പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസിൻ്റെ കംപ്ലീറ്റ് വൊക്കാബ് അടക്കം ഉണ്ട് കേട്ടോ. വൊക്കാബിൻ്റെ ഒരു ഗ്രാമർ ക്ലാസ്സുകൾ മാത്രം നിന്ന് പോകുന്നില്ല, ഗ്രാമർ ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ PYQ ഡിസ്കഷൻ ഉണ്ട്, വൊക്കാബിൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഓക്കെ, പിന്നെ നമ്മൾ ഈ ഹിസ്റ്ററിയിൽ എടുക്കുകയാണെങ്കിൽ നോക്കിയാൽ മോഡേൺ ഹിസ്റ്ററിയിൽ പീരീഡ് 1915 to 1925 വരെ, പിന്നെ റെവല്യൂഷണറി ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓക്കെ ഒരൊറ്റ ടോപ്പിക് നിങ്ങൾ കണ്ടു നോക്കി, ഒറ്റ ടോപ്പിക് പോലും ഇതിൽ നമ്മൾ മിസ്സാക്കുന്നില്ല എന്നുള്ള കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ക്ലാസ്സുകളുടെ മാത്രം റഫ് ഷെഡ്യൂളാണ്. ഇതിൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ടാവുക, ഇതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ ഒരു മാത്സിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് ഇപ്പോൾ ഒരു പാർട്ടല്ല, ചിലപ്പോൾ ഒരു 3 പാർട്ട് കഴിയുമ്പോഴായിരിക്കും ആ മാത്സിൻ്റെ ആ ഒരു ടോപ്പിക്ക് തീരുന്നത്. ആ ടോപ്പിക്ക് തീർന്നാൽ ഉടനെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു PDF അതിൽ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ ഒരു ക്വിസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓരോ 10 ദിവസം കൂടുമ്പോഴും ഈ 10 ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. മാത്രമല്ല ആ ദിവസം നിങ്ങൾക്ക് ഒരു ഫുൾ മോക്ക് ടെസ്റ്റും കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം സെക്ഷൻ ടെസ്റ്റ് ടൈമൊക്കെ വന്നു. അപ്പോൾ സെക്ഷൻ ടൈമൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുതിയ ഫുൾ മോക്ക് ടെസ്റ്റ് ആയിരിക്കും ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം അത് കംപ്ലീറ്റ് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നോക്കിയേ, അങ്ങനെ 50ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ മാത്സിൻ്റെ കാര്യം നോക്കിയേ, മാത്സ് കോർഡിനേറ്റ് ജിയോമെട്രി ബേസിക്സ് പാർട്ട് 3 കൂടി നിങ്ങളുടെ ബേസിക് ക്ലാസ്സുകൾ തീരുന്നതായിരിക്കും. ഓക്കെ, 50ാമത്തെ ദിവസം റിവിഷനാണ്. 51ാമത്തെ ദിവസം അഡ്വാൻസ് കാൽക്കുലേഷൻ ട്രിക്സോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലെവൽ 2 ക്ലാസ്, അതായത് ഇപ്പോൾ എല്ലാ ടോപ്പിക്കിൻ്റെ ബേസിക് ക്ലാസ്സുകൾ തീരും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അഡ്വാൻസ് ലെവൽ, അതായത് ലെവൽ 2. ഇപ്പോൾ നമ്മൾ ബേസിക് ലെവലിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തു. അതിന് നല്ല ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സെഷൻ ആയിരിക്കും ഇത് 50 ഡേയ്സ് കഴിഞ്ഞാൽ മുതൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ 50 ഡേയ്സ് കൂടെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സിലബസ് വേണമെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്ക് കാര്യം കംപ്ലീറ്റ് കവർ ചെയ്യും. പക്ഷേ അതുമായിട്ടുള്ള വർക്കൗട്ട് സെഷനാണ് നമ്മൾ 51ാമത്തെ ദിവസം മുതൽ തുടങ്ങും. നോക്കി, നമ്പർ സിസ്റ്റം പേഴ്സൻറ്റേജിൻ്റെ ലെവൽ 2 പാർട്ട് 1 ആണ് ക്ലാസ് ഉണ്ടാവും. നമ്പേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എടുത്ത് അതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകും. അതായത് ഒരു 1000കണക്കിന് ചോദ്യങ്ങൾ, ഈ ഒരു 100 ദിവസം കൊണ്ട് 1000കണക്കിന് ചോദ്യങ്ങൾ മാത്സിലും ഇംഗ്ലീഷിലും റീസണിങ്ങിലൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ ഡിസ്കസ് 1000 എന്നല്ല, ടോട്ടൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 5000 10,000 അടുത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരുന്ന ചോദ്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും 10,000 അടുത്ത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ ഈ ഒരു 100 ദിവസം കൊണ്ട് ചെയ്ത് പോകും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ നമ്മൾ നോക്കി എല്ലാം കംപ്ലീറ്റ് നിങ്ങൾ നോക്കട്ടെ. ഇത് റഫായിട്ട് ഷെഡ്യൂൾ, വെറുതെ ഇത് കണ്ടിട്ട് ഒരു ക്രാഷ് കോഴ്സ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോടൊന്ന് എനിക്കൊന്നും പറയാനില്ല. ഈ ഷെഡ്യൂളിൽ ഒരു സംഭവം പോലും മിസ്സാവാതെ, ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഉണ്ടാവും. അത് ക്ലാസ്സിൻ്റെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ക്ലാസ് മാറ്റുന്ന മാത്രമേ ഈ ഷെഡ്യൂളിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒന്ന് മാറിപ്പോയി എന്ന് വരാം. പക്ഷേ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എന്ത് സംശയം വേണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് അത്രയും
ഒരു മിനിറ്റ്, ഇതാ ലാസ്റ്റ് 90 days ആയി. ഓക്കെ, ഇതാ 97, 98 കൃത്യമായിട്ടുള്ള ഷെഡ്യൂളാട്ടോ. വെറുതെ നമ്മളൊരു കാര്യങ്ങൾ തുടങ്ങിയിട്ട് പറയുന്നതല്ല, കൃത്യമായ ഷെഡ്യൂളോട് കൂടി നമ്മൾ തുടങ്ങി. ഓക്കെ, ലാസ്റ്റ് 99th ഡേയിൽ കോർഡിനേറ്റ് ജോമെട്രി ലെവൽ 2 പാർട്ട് 2, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ജൂണിലെ കറണ്ട് അഫയേഴ്സ്, ഓർഡർ ആൻഡ് റാങ്കിങ് ഡിക്ഷണറി ഫോർമേഷൻ കൂടി നമ്മൾ കംപ്ലീറ്റ്. അവസാനത്തുമ്പോഴേക്കും അവസാനത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ആയിരിക്കും, കാരണം അതുവരെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമാണ് ഈ സ്പേസ് ഒക്കെ ബ്ലാങ്ക് ആയിട്ട് വെച്ചത്. എന്തെങ്കിലും വെച്ചാൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ പുതിയ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഏതെങ്കിലും ടോപ്പിക്കുകൾ വരികയാണെങ്കിൽ, പുതിയ ഏതെങ്കിലും ടോപ്പിക്കുകൾ അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ക്ലാസ്സിലും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല നിങ്ങളോട് പറയാനുള്ളത് Tier 2 ക്ലാസ്, പല ആൾക്കാർ Tier 2 എക്സ്ട്രാ വരുന്ന ചില ടോപ്പിക് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബിലിറ്റി, അതിൻ്റെ ക്ലാസ് ഉണ്ടാവും. ഒരു സംശയം വേണ്ട, ഇത് ഞാൻ 100 days നമ്മൾ Tier 1 ഫോക്കസ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞ് ഈ Tier 1 ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ Tier 2 ആ ടോപ്പിക്ക് മതിയോ, പക്ഷേ ഇതിൽ എക്സ്ട്രാ വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ താഴെ കേട്ടോ. 100 days ഇത് 100 days തീരുന്നില്ല. 100 days ഷെഡ്യൂൾ മാത്രമേ തീരുന്നുള്ളൂ. 100 days കഴിഞ്ഞാൽ അതിന് താഴെ ഒരു ഫോൾഡർ വേറെ ഉണ്ടാവും. ആ ഫോൾഡറിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകൾ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മോക്ക് ടെസ്റ്റുകളും അതിൻ്റെ കൂടെ വരും. ഒരു സംശയം വേണ്ട, 100 days കഴിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു വിട്ടത് മാത്രമല്ല, 100 days കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് വഴിയും ഈ ക്ലാസ്സുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. നോക്കി, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇതാ നോക്കടാ, ഇതാണ് ഇതിൻ്റെ ഓവറോൾ ക്ലാസ്സുകളുടെ കാര്യം മാത്രം ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് കാര്യങ്ങളൊക്കെ മാത്സിൻ്റെ ബേസിക് ക്ലാസ്സുകൾ 77 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ലെവൽ 2 ക്ലാസ്സുകൾ, ഇതിൻ്റെ എല്ലാ ലെവൽ 2 ക്ലാസ്സുകൾ 83 ക്ലാസ്സുകൾ, ഇംഗ്ലീഷിൻ്റെ തിയറി ക്ലാസ്സുകൾ 40, PYQ ക്ലാസ്സുകൾ 12, ഓരോ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻ 12 ക്ലാസ്, ഇംഗ്ലീഷ് വൊക്കാബിൻ്റെ ക്ലാസ് 19, പിന്നെ ലോജിക്കൽ റീസണിങ് 42 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ജനറൽ നോളജ് നോക്കിയാൽ 146 ക്ലാസ്സുകൾ. ഇത് കൂടെയുള്ളൂ, ഒരിക്കലും ഇത് കുറയാൻ പോകുന്നില്ല കേട്ടോ. 146 മിനിമമാണ് പറഞ്ഞത്. ഇതിൽ അങ്ങോട്ട് എക്സ്ട്രാ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് വരികയുള്ളൂ. പിന്നെ മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ് തന്ന് നിങ്ങളങ്ങ് ക്വസ്റ്റൻ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ പൊക്കോ എന്ന് പറയാൻ മാത്രമല്ല, ആ മോക്ക് ടെസ്റ്റും അതിൻ്റെ ഡിസ്കഷനും ഇതിലുണ്ടായിരിക്കും. ടോട്ടൽ നോക്കിയടാ 429 ക്ലാസ്സുകളാണ് ഈ 100 ദിവസം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടു തീർക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ കണ്ടിട്ട് പറയാം ഇതൊരു ക്രാഷ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്രാഷ് കോഴ്സ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. കാരണം ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് പരീക്ഷ വരികയാണെങ്കിൽ 2 മാസം കൊണ്ട് പെട്ടെന്ന് എങ്ങനെ ഒന്ന് ഓവറോൾ പെട്ടെന്ന് എന്താ പറയുക ഒരു ക്ലാസ്സിൽ, അങ്ങനത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വെറും 2026 വരാൻ പോകുന്ന CGL മാത്രം ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഒരു കോഴ്സല്ല കേട്ടോ. 2026 പല ആളുകളും ചിലപ്പോൾ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ചിലപ്പോൾ 2 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും, ഓക്കെ, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ആൾ ചിലപ്പോൾ 2027 എയിം ചെയ്ത് നടക്കുന്ന ആൾക്കുണ്ടാവും. അങ്ങനത്തെ ആൾക്കൊക്കെ പറ്റും. 2026, 27 2 പരീക്ഷയും ഫോക്കസ് ചെയ്ത് നമ്മൾ നടത്തുന്ന ഒരു കോഴ്സാണ് ഇത് കേട്ടോ. 2027 എത്തുമ്പോൾ വലിയ മാറ്റമൊന്നും വരില്ല. സിലബസും എക്സാം പാറ്റേണൊക്കെ സെയിം ആണ്. അപ്പോൾ എക്സ്ട്രാ ഒന്നും എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് നമ്മൾ ഈ കോഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യും. നിങ്ങൾ അതിന് വേണ്ടി സെപ്പറേറ്റ് കോഴ്സ് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ 429 ക്ലാസ്സുകൾ മാത്രം നിങ്ങൾക്കുണ്ട്. അതിൻ്റെ പുറമെ ഓരോ മെറ്റീരിയൽ, ഓരോ ചാപ്റ്ററിൻ്റെയും വർക്കൗട്ട് മെറ്റീരിയലും ക്വിസുകളും അതുപോലെ തന്നെ അതിൻ്റെ PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഈവൻ എന്താ പറയുക GK അടക്കം PDF ഉള്ള പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളെ അങ്ങനെ ഒരു എന്താ പറയുക നിങ്ങളുടെ കയ്യിലോട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഒരു PDF ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓഫ്ലൈനായിട്ട് നമ്മുടെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് കാണാനും ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കോഴ്സ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഒരു ടോപ്പിക്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ എന്താണ് SSC തുടങ്ങിയത് മുതൽ എന്താണ് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാലം നമ്മൾ പല കോഴ്സുകളും ചെയ്തിട്ടുണ്ട്, അതിൽ പല നെഗറ്റീവുകൾ നമ്മുടെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ ഈ ഒരു ഫീനിക്സ് ബാച്ചിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതൊരു ക്രാഷ് കോഴ്സ് അല്ല കേട്ടോ. ഇത് വളരെ കുറഞ്ഞ സിലബസ് മാത്രം നിങ്ങൾക്ക് തന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഓടിച്ച് തീർക്കാനുള്ള ഒരു ക്രാഷ് കോഴ്സ് അല്ല ഇത് കംപ്ലീറ്റ് കോഴ്സാണ്. നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 6 മാസം കൊണ്ട് ഓഫ്ലൈനിൽ തീർക്കുന്ന സാധനം എല്ലാ ഡേയ്സും ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് 100 days കൊണ്ട് തീർക്കാമോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ CGL എക്സാം ക്ലിയർ ചെയ്യുക, CGL നല്ല കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യേണ്ട 2 സ്റ്റേജിൽ, ആദ്യത്തെ സ്റ്റേജ് സിലബസ് കവർ ചെയ്യുക, 2ാം സ്റ്റേജ് പ്രാക്ടീസ്. അപ്പോൾ അതിലൊരു സിലബസ് കവർ ചെയ്ത് പ്രാക്ടീസ് 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഓടി എത്തണം, പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കണം എന്നുള്ള ആളുകൾ നിങ്ങൾ ഈ സിലബസ് തന്നെ 2 കൊല്ലം എടുത്തിട്ട് കവർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പല ആളുകളും എന്താ വെച്ചാൽ ഇതിലേക്ക് പഠിച്ചു തുടങ്ങും, പക്ഷേ എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം ഒരു ഐഡിയ ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, അവിടെ കുറേ GK പഠിക്കും, കുറേ മാത്സ് പഠിക്കും, കുറേ എന്തൊക്കെയോ പഠിക്കും, കുറേ ഓൺലൈൻ കോഴ്സ് എടുക്കും, കുറേ ഹിന്ദിക്കാരുടെ ക്ലാസ്സുകൾ എടുക്കും, എന്നിട്ട് എല്ലാം ഇവിടെയും പഠിച്ചിട്ട് ഒന്നും കൃത്യമായിട്ട് തീർക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെ പഠിക്കുന്ന ഒരാളുകൾ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനത്തെ ആൾക്കൊക്കെ ഒരു സൊല്യൂഷനാണ് നിങ്ങൾ ഈ 100 days കൊണ്ട് നിങ്ങൾക്ക് SSCൻ്റെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഞാൻ വീണ്ടും നമ്മൾ ആ ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഹിന്ദി ക്ലാസ്സുകളുടെ പിന്നാലെ ഓടണ്ട. നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയുമെങ്കിൽ നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ ഇഷ്ടം, ഏത് ക്ലാസ് സെലക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ നല്ല ക്ലാസ്സുകൾ അവിടെയാണ് കിട്ടുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും അങ്ങോട്ട് ഓടാൻ നിൽക്കണ്ട കേട്ടോ. നമ്മൾ ഈ 5-8 വർഷമായിട്ട് എക്സ്പീരിയൻസ് നിൽക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. നമ്മളിവിടെ ഈ ക്ലാസ്സിൽ SSC മലയാളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഹിന്ദി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് മാത്സ് ഒക്കെ എന്നാണ് പല ആൾക്കാർ മാത്സിന് വേണ്ടിയിട്ടൊക്കെ ഹിന്ദി ക്ലാസ്സിലോട്ട് കൂടെ, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഹിന്ദി ക്ലാസ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളൊക്കെ ക്ലാസ്സുകൾ കണ്ട് പലപ്പോഴും നോക്കാറുണ്ട്, നമ്മൾ ഈ കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് എന്താണ് ഈ ക്ലാസ്സുകൾ കൊടുക്കുന്നത്, പിന്നെ എന്തിനാണ് കുട്ടികൾ അങ്ങോട്ട് ഓടുന്നത്, ഇവരെന്തിനാണ് ഈ അറിയാത്ത ഭാഷകൾ പോയിട്ട് കണ്ട് ഈ എന്താ പറയുക ഹിന്ദി ക്ലാസ്സിനെ ഡിപ്പെൻഡ് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ CGL ക്ലിയർ ചെയ്യാനുള്ളത്
താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് ഒരു സംശയം വേണ്ട കേട്ടോ. അതിൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 100% ക്വാളിറ്റിയിൽ കൃത്യമായി ഈ പറഞ്ഞ ഷെഡ്യൂൾ അനുസരിച്ച്, ഈ ഷെഡ്യൂൾ നിങ്ങളുടെ കോഴ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതൊന്ന് തീർത്തതിന് ശേഷം കുറച്ച് PDF കാര്യങ്ങൾ കുറിച്ച് അതിൽ ആഡ് ചെയ്യാണ്ട് അത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കോഴ്സിൽ കൊടുക്കും. ആ കോഴ്സിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാനൊക്കെ പറ്റും. അപ്പം എന്ത് ചെയ്യും, കൃത്യമായിട്ട് അതിലൊരു ക്ലാസ് പോലും ഞാൻ പറയാം, ചിലപ്പോൾ ഡേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലേ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആ ക്ലാസ്സുകളൊന്നും അതിൻ്റെ അടുത്ത് ഒഴിവാക്കാനോ പോകുന്നില്ല. ഈ 429 ക്ലാസ്സുകൾ ഇത് മിനിമം, ഇതിൽ കൂടുതലല്ലാതെ ഒരിക്കലും ഇതിൻ്റെ താഴോട്ടൊന്നും പോകാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ക്രാഷ് കോഴ്സ് അല്ല. വീണ്ടും കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. ഇതൊരു ക്രാഷ് കോഴ്സ് അല്ല. കംപ്ലീറ്റ് SSC മലയാളി ഇന്ന് വരെ പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ദ ബെസ്റ്റ് കേട്ടോ. ഈ 420 ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നമ്മളെ ഫാക്കൽറ്റീസ് ഒരുപാട് എഫേർട്ടും കാര്യങ്ങളും ഈ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാൻ ഇതിനൊക്കെ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീസാണ് നമ്മൾ ഈ 5,999 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 100 ആൾക്കാർക്ക് നമ്മളൊരു ഏർലി ബേർഡ് ഓഫർ 500 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല ആളുകൾ പിന്നെ ചോദിക്കുന്നുണ്ട്, സാറേ എന്തെങ്കിലും ഓഫർ കാര്യങ്ങളുണ്ടോ എന്ന് പറയാൻ. ഒറ്റ കാര്യമുള്ളൂ, നമുക്കറിയാം പെരുന്നാളൊക്കെയാണ് വരുന്നില്ലേ, പെരുന്നാളൊക്കെ വരുന്നപ്പോൾ നമ്മളെല്ലാം ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ചെറിയൊരു ഓഫർ നമ്മൾ കുട്ടികൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ ഓഫർ നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് ഓക്കെ 29 മെയ് ഇന്നിപ്പോൾ 26 അല്ലേ, 26, 28 പെരുന്നാൾ. 29 മെയ് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഒരു 500 രൂപേൻ്റെ ഓഫറും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അവിടെ കയറി കഴിഞ്ഞാൽ ഒരു പബ്ലിക്കായിട്ട് ഇത് ഓഫർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ 500 രൂപേൻ്റെ ഓഫറും കൂടി ഉണ്ട്. ഏർലി ബേർഡ് ഓഫർ നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തോട്ട് പെട്ടെന്ന് കുട്ടികൾ കോഴ്സ് തുടങ്ങുന്ന കോഴ്സിലൊരു ക്ലാസ് പോലും അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ കുട്ടികൾ അത്രയും നമ്മൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് നമുക്ക് വളരെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ സന്തോഷം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടെൻഷനും റെസ്പോൺസിബിലിറ്റിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു പേടിക്കേണ്ട ആ ടെൻഷൻ കാരണം നമ്മൾ മുന്നോട്ട് പോകും, ഒരു സംശയം വേണ്ട. ആ ടെൻഷൻ നമ്മളെ മുന്നോട്ട് എന്താ പറയുക കൊണ്ടുപോകാനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. ഒരു സംശയം വേണ്ട, ക്ലാസ് നമ്മൾ തീർത്തിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു അണ്ണുവിട്ട സംശയം നിങ്ങൾക്ക് അതിൽ ആവശ്യമില്ല. കംപ്ലീറ്റ് നമ്മൾ തീർത്തിരിക്കും. അത് SSC മലയാളി ഗ്യാരണ്ടിയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫ്രീ ക്ലാസ്സുകളായിക്കോട്ടെ. ഇനിയിപ്പോൾ ഈ പുതിയ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ട ക്രാഷ് കോഴ്സ് വേറെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇത്ര ഫീസൊന്നും ഉണ്ടാവില്ല. അത് നമ്മളെന്താണ്, ഇതിപ്പോൾ നമ്മുടെ ഫുൾ കോഴ്സ് ഇത്രയും വലിയൊരു കാര്യങ്ങളും ഇത്രയും വലിയൊരു ക്ലാസ്സും ഇത്രയും വലിയ PDF കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു 5000 രൂപ ഫീസ് വെച്ച്. മറ്റേ സാധാരണ നമ്മൾ ക്രാഷ് കോഴ്സിനൊക്കെ നിങ്ങൾ നോക്കി നമ്മളെ മിഷൻ ബാച്ച് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ക്ലാസ്സിനൊക്കെ വെറും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ്സിനൊക്കെ വെറും 99 രൂപ നമ്മൾ ഫീസ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് നമ്മുടെ എഫേർട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫീസ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രാഷ് കോഴ്സിൽ എഫേർട്ട് കുറവാണ്, നമ്മൾ ഫീസും കുറവായിരിക്കും. അല്ല നിങ്ങൾക്ക് എല്ലാ കോഴ്സിനും വലിയ ഭീമമായ ഫീസ് വെച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ട്, 29-ാം തീയതി ഓഫർ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയുന്നു, SSC മലയാളിയുടെ പുതിയ ഫീനിക്സ് ബാച്ച് ഒരു ക്രാഷ് കോഴ്സ് അല്ല കേട്ടോ. അപ്പോൾ SSC പഠിക്കാൻ താല്പര്യമുള്ള പല ആളുകളും നമ്മുടെ SSC മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാൻ എന്താ പറയുക കഴിയാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ദൂരെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കൊക്കെ പറ്റിയൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും, ഒരു സംശയം വേണ്ട. അവരൊക്കെ പലപ്പോഴും നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താ, അവർ കോഴ്സിൽ ജോയിൻ ചെയ്തു, അവർക്ക് ലൈവ് ക്ലാസ് നമ്മൾ പകലായിരിക്കും കണ്ടക്ട് ചെയ്യുക, രാത്രിയായിരിക്കും അവർ ഫ്രീ. എന്നാലോ വേറെ കുറേ കുട്ടികൾ പകലായിരിക്കും ഫ്രീ, അവർക്ക് രാത്രി പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്കൊരു ക്ലാഷ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പഠിക്കുന്ന ആൾക്കൊക്കെ നിങ്ങളിപ്പോൾ രാത്രിയാണ് 4-5 മണിക്കൂർ ഫ്രീ ആകുന്നെങ്കിൽ രാത്രി ഇരുന്ന് കാണാം, പകലാണ് ഫ്രീ എങ്കിൽ പകലിരുന്ന് കാണാം. നിങ്ങൾ ആ ദിവസം ആ ക്ലാസ്സുകളും അതിൽ തന്നിരിക്കുന്ന വർക്കൗട്ട് മെറ്റീരിയലും ചെയ്ത് തീർത്താൽ മതി, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ എപ്പോൾ തീർക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഈ ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ നാളെ തീർത്താലും മതി. അപ്പോൾ Day 1 എന്ന് പറഞ്ഞ ഫോൾഡർ 2 ദിവസം നീണ്ടു പോകുന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. Day 1 എപ്പോൾ തീർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ 100 ഡേയ്സ് കൊണ്ട് തീർക്കാം. അല്ലാതെ ഈ 100 ഡേയ്സിൻ്റെ സാധനം നിങ്ങളൊരു 300 ദിവസം 400 ദിവസം എടുത്ത് തീർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ നമ്മൾ പെട്ടെന്ന് എങ്ങനെ സിലബസ് തീർത്ത് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കോഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ June 1-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വേറെ പ്രത്യേകത വെച്ചാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ജോയിൻ ചെയ്തൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടതാണ്. ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. എന്നാണോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് അന്ന് Day 1 ഞാൻ പറയില്ല, Day 0 ഇൻട്രൊഡക്ഷൻ മുതൽ നിങ്ങൾ കണ്ടു തുടങ്ങിക്കോളും. അത്രേ പറയാനുള്ളൂ. അത് എപ്പോൾ ജോയിൻ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് SSC മലയാളിൻ്റെ ആപ്പിൽ എപ്പോഴും അത് ലൈവായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. എന്ന് ജോയിൻ ചെയ്യുന്നോ അന്ന് 100 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ SSC CGLൻ്റെ സിലബസിൽ പക്ക പെർഫെക്റ്റ് ആയി മാറിയിരിക്കും. നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. CGL പരീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളെ സഹായിക്കാനും ഈ ഒരു ക്ലാസ് മാത്രം ഈ ഒരു കോഴ്സ് മാത്രം നിങ്ങൾ തന്നിട്ട് മാറ്റി നിർത്തുകയല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ചെയ്യാനുണ്ട്. ഇപ്പോൾ സെക്ഷൻ ടൈമിംഗ് ഒക്കെ വന്നു അല്ലേ, അതിനെ പറ്റിയൊക്കെ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് കാര്യങ്ങളും അതിൻ്റെ പറ്റുകയാണെങ്കിൽ കുറച്ച് മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ക്രാഷ് കോഴ്സുകൾ തരുന്നതായിരിക്കും, ഒരു സംശയം വേണ്ട. അതൊക്കെ ആയിട്ട് ടെസ്റ്റ് ഉണ്ട്. ഫ്രീ ക്ലാസ്സുകൾ ഒരിക്കലും SSC മലയാളി ഒരു പെയ്ഡ് ബാച്ച് തുടങ്ങി വെച്ചിട്ട് ഫ്രീ ക്ലാസ്സുകളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. കംപ്ലീറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് ക്ലാസ്സുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.